വരൂ വരൂ, ഇരിക്കൂ. ഇതിപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ പ്രതികൾ ഓടിളക്കി ഓഫീസിനകത്ത് കയറാൻ സാക്ഷികളുണ്ട്. നാട്ടുകാർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഞാൻ എങ്ങനെ കേസെടുക്കാതിരിക്കും? ഞാൻ ഫോണിലെല്ലാം പറഞ്ഞല്ലോ. കേസ് ചാർജ് ചെയ്താൽ ഇയാൾക്ക് പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റില്ല. എന്തിനീ വിഡ്ഢിത്തം ചെയ്യാൻ പോയി? സ്കൂൾ മാനേജർ ഇയാളെ ചീറ്റ് ചെയ്യായിരുന്നല്ലോ. മറ്റൊരു വഴിയും ഇല്ലാതായപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പ്രതികൾക്ക് ഡിസോണസ്റ്റ് ഇന്റൻഷൻ, മോശവിചാരമില്ലെന്ന് ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞു. അതുകൊണ്ട് വെറുതെ വിട്ടു. അങ്ങനെയായാലോ? ഡിസോണസ്റ്റ് ഇന്റൻഷൻ ഇല്ലാത്ത ആൾ എന്തിനു ഓടിളക്കി അകത്ത് കയറാൻ പോയി? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞോളൂ. പ്രതികൾ റോഡിലൂടെ പോവുകയായിരുന്നു. സ്കൂളിന്റെ ഓഫീസിനകത്ത് നിന്ന് ആരോ നിലവിളിക്കുന്നത് പോലെ തോന്നി. ഓടിച്ചെന്ന് നോക്കിയപ്പോ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടിളക്കി അകത്ത് കിടക്കാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നു. നിലവിളിക്കുന്നയാളെ രക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. യഥാർത്ഥത്തിൽ ഇവർ കുറ്റവാളികളല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തോന്നിയ ഉപായമാണ്. യെസ്, എനിക്ക് മനസ്സിലായി. ആരാണ് ഈ വിദ്യ ഉപദേശിച്ചു തന്നത്? എങ്ങനെങ്കിലും രേഖകൾ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞാ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. തലയ്ക്കകത്ത് ആൾതാമസം വേണം. ആ ഇൻസ്പെക്ടർ നല്ല മനുഷ്യരായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ഡി ഓഫീസ് പരിചയക്കാരുണ്ടല്ലേ? ഉവ്വ്. ആ വഴിക്ക് പേപ്പർ സംഘടിപ്പിക്കാൻ ശ്രമിച്ചൂടെ? ഈ മാനേജർ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ തിരക്കിനിടയിൽ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. വേറെ വഴിയില്ലാത്തോണ്ടാ. എന്തായി? 4 മാസം ശമ്പളം വാങ്ങിച്ചതിന്റെ പേപ്പേഴ്സ് കിട്ടി. വക്കീൽ കോടതിയിൽ പോകുന്നതിന് മുമ്പ് അയാളെ ചെന്ന് കാണാം. ആരുടെ പേര് കമ്പി അടിക്കും? പട്ടാളക്കാരൻ ക്ലീറ്റസിന്റെ പേരിൽ. അതെനിക്കറിയാം. കമ്പി അടിക്കുന്ന ആളാരാ? മാത്തുക്കുട്ടി, എന്റെ പേര് കമ്പി അടിച്ച പട്ടാളക്കാരൻ ക്ലീറ്റസ് വന്ന് എന്റെ ഇടത്തേക്കാൽ കൂടി തല്ലുപിടിക്കും. അതിനിപ്പോ അയാൾക്ക് നിങ്ങളുടെ ദേഷ്യമൊന്നുമില്ലല്ലോ. കമ്പി കിട്ടുന്നോടെ ദേഷ്യം വന്നോളും. മറ്റൊരുത്തനെ തല്ലിക്കാനാണോ അലഹബാദിൽ നിന്ന് എന്നെ കമ്പി അടിച്ച് വരുത്തിയെന്ന് പറഞ്ഞായിരിക്കും അടുത്തിടി. ശകുണ്ണിയുടെ പേര് വെക്കാം. അത് വേണ്ട. എന്റെ പേര് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മാത്തുക്കുട്ടി, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. ആ ഏഴിയുടെ മകളാണ് ഗോകുലകൃഷ്ണൻ മാഷെ സഹായിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഞാൻ അവനെ ക്രിമിനൽ കേസിൽ കൊടുക്കാൻ നോക്കി. ആ എസ് ഐ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ചെറ്റയായതുകൊണ്ട് അത് നടന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പേര് വെച്ച് കമ്പി അടിക്കുന്ന റിസ്കാ. അതെ, നമ്മളെന്തിനാ വളഞ്ഞ വഴി ആലോചിക്കുന്നത്? ആനി ടീച്ചറുടെ പേര് തന്നെ അടിക്കാം. ഐ ആം സീരിയസ്, എനിക്ക് സുഖമില്ല. സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി. ആനി ടീച്ചർ. അതുപോലെ എന്ന് കമ്പി അടിച്ച ക്ലീറ്റസ് നാട്ടിലെത്തും. ആ, പക്ഷെ ടീച്ചർ കസവില്ലെന്ന് മനസ്സിലായും ചെയ്യും. എന്നാ പിന്നെ ഗോകുലകൃഷ്ണൻ മാഷ് എന്നെ വീണ്ടും ഉപദ്രവിക്കുന്നു, ഉടൻ വരൂ എന്നടിച്ചാലോ? അത് മതി. ആ. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. ഗോകുലകൃഷ്ണൻ മാസ്റ്റർ അറ്റാക്കിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. ഇതെന്ത് ഇംഗ്ലീഷാണ്? അയ്യേ, ഞാൻ ആ പോസ്റ്റ് മാസ്റ്ററോട് ചോദിച്ചോളാം. ശ്ശോ. അതെ, സീരിയസ്ലി അറ്റാക്കിംഗ് എന്ന് വെച്ചോ. കമ്പി ആകുമ്പോ സീരിയസ്ലി പതിവാ. സംഗതി കിട്ടിയ ഉടനെ പട്ടാളക്കാരെ ഗ്ലീറ്റസ് പറഞ്ഞു നിർത്തണം. എന്റെ അമ്മ, എന്നെ കൊല്ലാൻ വരുന്നേ. നിക്കണേ. നിക്കാൻ. അയ്യോ, എന്നെ രക്ഷിക്കണേ. ആ പട്ടാളക്കാരെ എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, മാഷ് കടക്കാതെ തൊളിക്കാൻ സാധിച്ച മാഷ് അങ്ങോട്ട് ഇങ്ങോട്ട് രക്ഷപ്പെട്ടോ. കൊലക്ക് കൊടുക്കാനുണ്ടോ പൂർക്ക? മാഷ് ഇവിടെ നിന്ന് ക്ലീറ്റസിന്റെ കട പൊളിക്കും. ഞാൻ പിന്നെ എങ്ങോട്ട് പോകും? അയ്യോ, അങ്ങോട്ടാ മാഷെ. മാഷെ ഇങ്ങോട്ടിറങ്ങി. അങ്ങോട്ടാ പറഞ്ഞ ഓടി രക്ഷപ്പെട്ടോളാൻ. അയ്യോ, ക്ലീറ്റസ്. छोड़ूंगा नहीं तुम्हें, मारेगा साला. निकल रहा है.
വന്ദേമാതരം ക്ലിറ്റസവാനെ എന്ന് വന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? കള്ള ബദ്മാഷ് രക്ഷപ്പെട്ടു കളഞ്ഞു. ചോടും തന്നെയും ഹൗസേ. നിങ്ങൾ അവന് സ്കൂളിൽ ജോലി കൊടുത്തോ? ആര്? ഞാനോ? ആ, ഞാനവനെ എന്റെ സ്കൂളിന്റെ പഠിക്കാതെ കേട്ടൂല. ഈ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറിയോ ക്ലീറ്റസേ? അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാൻ വന്നത്. ക്ലീറ്റസ് വന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ ഗോകുലേഷൻ മാസ്റ്റർ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ആന ടീച്ചർ കമ്പി അടിച്ചു, ക്ലീറ്റസ് വന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ക്ലീറ്റസേ. ആ, ആന ടീച്ചർ കമ്പി അടിച്ചു വരെ പറഞ്ഞ് ഗോകുലേഷൻ മാസ്റ്റർ ടീച്ചറുടെ കാല് പിടിച്ചു എന്നാ കേട്ടത്. ടീച്ചർ പാവല്ലേ ക്ലീറ്റസേ, പിഞ്ച് ഹൃദയം. ഗോകുലേഷൻ മാസ്റ്റർക്ക് മാപ്പ് കൊടുത്തു അത്രേ. അതുകൊണ്ട് ചിലപ്പോ ക്ലീറ്റസ് ചോദിച്ചാൽ കമ്പി അടിച്ച കാര്യം ആന ടീച്ചർ സമ്മതിച്ചില്ല എന്ന് വരും. പക്ഷെ ഞാൻ പറയുന്നു, ആ ഗോകുലേഷൻ മാസ്റ്റർ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ക്ലീറ്റസിന്റെ കുടുംബം തകരും. 100 കിലോ ഭാരമുള്ള സാധനം എടുത്ത് എന്റെ തലയ്ക്ക് മുകളിൽ വെച്ച് തന്നിട്ട് അന്തം കുന്തും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുണ്ടോ മനുഷ്യ? മാഫ് കരോ ഭായി. പിന്നെ അരെ ഭായി, ഇഞ്ഞിത് ചുമക്കാൻ എന്നെ കിട്ടില്ല. അരെ ദേഖോ, അരെ ഭായി, അരെ സുനോ. ഒന്ന് പോടോ അവന്റെ ഒരു ഹിന്ദി. സാരമില്ല ക്ലീറ്റസേ, നമ്മുടെ മാത്തുക്കുട്ടിയുടെ ജീപ്പ് വേറെ കിടക്കില്ലയോ? ഇത്രയും കാലത്തിന് ശേഷം ടീച്ചർക്ക് എന്നോടുള്ള പക തീർന്നില്ലേ? ഇപ്പൊ എന്തിനിങ്ങനെ ഒരു കമ്പി അടിച്ചു? കമ്പിയോ? ഞാൻ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ടീച്ചറിന്റെ ഹസ്ബൻഡ് എന്റെ മുമ്പിലേക്ക് ചാടി വീണത്. ഞാൻ ടീച്ചറിനെ ശല്യപ്പെടുത്തുന്നു ടീച്ചർ കമ്പി അടിച്ചിട്ട് എന്നെ കൊല്ലാനാണ് അത്ര അങ്ങേര് വന്നിരിക്കുന്നത്. എന്താ ഈ പറയുന്നേ? പക്ഷെ സത്യമായിട്ട് ഞാൻ അങ്ങനെ കമ്പി അടിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ ചേട്ടായി എവിടെ? എന്റെ പുറകെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ടീച്ചറെ, ഞാൻ കാല് പിടിക്കാം. ആ മനുഷ്യരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇത് എന്നതാ ചേട്ടായി? വരുന്ന ഒരുത്തിന് ഒരു കത്ത് പോലും ഇട്ടില്ലല്ലോ. ഓഹോ, അപ്പൊ ഞാൻ കേട്ടതുപോലെ തന്നെ നീ കമ്പി അടിച്ചില്ല എന്ന് പറയാൻ വരികയായിരിക്കും. ഞാൻ എന്തിനാ കമ്പി അടിക്കുന്നേ? അവൻ വന്ന് കാല് പിടിച്ചപ്പോ നിന്റെ മനസ്സലിഞ്ഞു. അതിർത്തിയിൽ മുഴുവൻ പ്രശ്നങ്ങളാ. അതിന്റെ ഇടയിൽ ലീവ് കിട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയൂ. ആ എന്നോട് നുണ പറയാൻ നോക്കിയാലുണ്ടല്ലോ. എന്റെ ചേട്ടായി, ഞാൻ ഒന്നും പറയണ്ട. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്ത എനിക്ക് എങ്ങനെയാടി രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ കഴിയുന്നേ? പറ, അവൻ നിന്നെ എന്ത് ചെയ്തു? ആരെന്ത് ചെയ്തെന്നാ? സത്യം പറയുന്ന നിനക്ക് നല്ലത്. സത്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? പറഞ്ഞില്ലേല് രണ്ടെണ്ണത്തിനും കൊന്ന് ഞാൻ എന്റെ പാട്ടിന് പോവും. എവിടെയാ മാത്തുക്കുട്ടി? ആ ചട്ടയാളിൽ എവിടെയാണ് ചോദിച്ചത്? നിൽക്കണ പിടിക്കണേ, അടിക്കണത്. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുവാ. ആനി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് അറിഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം. ഞാൻ ആർക്ക് കമ്പി അടിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. ജീവിക്കാൻ സമ്മതിക്കില്ല. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി, കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തെന്ന മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവന്റെ തട്ടും. ആര് കമ്പി അടിച്ചെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാലം നാറിയാണ് ചെയ്തത്. ക്ലീറ്റസേ, ഞാൻ നിരപരാധിയാണ്. ഈ കള്ളനായര് പറഞ്ഞിട്ടാ. ചുപ് കർ ബദ്മാഷ്. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ തട്ടും. ക്ലീറ്റസേ,
ക്ലീറ്റസേ, വേണ്ട. മാത്തുക്കുട്ടി, ചതിക്കല്ലേ. എല്ലാത്തിനും സമാധാനമുണ്ട് ക്ലീറ്റസേ. പിടിച്ചു മാറ്റണോ? ക്ലീറ്റസേ, തോക്ക് വെച്ച് കളിക്കരുത്. ക്ലീറ്റസേ, മാറാനേ പറഞ്ഞത്. പിടിച്ചു മാറ്റാൻ എത്ര മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി വെടിവെക്കരുത്. ക്ലീറ്റസേ, ക്ലീറ്റസേ, നോക്കിയത് വിടറോ. ക്ലീറ്റസേ, മാത്തുക്കുട്ടി. എന്താണ് മാത്തുക്കുട്ടി ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടേ കയ്യിട്ട് വിടുകട്ടെ. മാത്തുക്കുട്ടി